ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു സർവൈവർ ത്രില്ലറിന്റെ പടമാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു പടമാണിത്. ഇത് ഒറിജിനലി നടന്ന ഒരു കഥയാണ്. അതിന്റെ ഒരു സിനിമയാണ്. 1972 റഗ്ബി ടീമുമായിട്ട് അന്നത്തെ കാലത്ത് ഒരു ഡിസാസ്റ്റർ നടന്നതാണ്. ഒക്ടോബർ 13, 1972 ഉറുഗ്വേൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് 571 എയർഫോഴ്സ് ഫ്ലൈറ്റ് ഉറുഗ്വേയിൽ നിന്ന് ചിലിയിലേക്ക് പോകുന്ന വഴിയിൽ, ചിലിയിൽ കളിക്കാൻ വേണ്ടി കളിക്കാരുമായിട്ട് പോകുന്ന വഴിക്ക് അവിടെയുള്ളൊരു പർവ്വത നിരകളിൽ തകർന്നു വീണിട്ട് ഫുള്ള് ഐസ് കട്ടകൾ ഉള്ള ഒരു പ്രദേശമാണ്. അതായത് സ്നോ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പൊ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട 16 റഗ്ബി കളിക്കാർ. അപ്പൊ അവരുടെ അതായത് ഒക്ടോബർ 13-ാം തീയതിയാണ് ഇത് തകർന്ന് വീഴുന്നത്. എന്നിട്ട് ഇവർ രക്ഷപ്പെടുന്നതാണെങ്കിൽ ഏകദേശം ഡിസംബർ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം ഒരു 72 ദിവസത്തോളം അവർ ആ ഒരു വിമാനത്തിന്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് പലരും മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഭക്ഷണത്തിനുള്ള പ്രശ്നം, എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള പ്രശ്നം 1972 അപ്പൊ ആ ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ഇത്ര നല്ല രീതിയിൽ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബയോണ എന്ന് പറഞ്ഞൊരു സംവിധായകനാണ്. ഇത് സ്പാനിഷ് ഭാഷയിലാണ്, നമുക്ക് സ്പാനിഷ് ഭാഷയിലുള്ളൊരു ഫിലിമാണ്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് യൂട്യൂബിലും കാണാവുന്നതാണ്. സ്പാനിഷ് ഭാഷയിലുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ കാണാം. ഞാൻ ഇംഗ്ലീഷിലാണ് കണ്ടത്. തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഇത് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പടത്തിന്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അപ്പൊ കഥ അറിയേണ്ട, നിങ്ങൾക്ക് സിനിമ കാണണം എന്നുള്ളവര് ഇവിടെ വെച്ച് നിർത്തി പോവുക. ചെറിയൊരു കഥ ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ ഈ ഉറുഗ്വേയിലുള്ള ഈ റഗ്ബി ടീമുകളുടെ ഒരു കളി കാണിക്കുക. റഗ്ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരു ബോൾ എടുത്ത് ഇട്ടുന്നു, എന്നിട്ട് അങ്ങനെ മുന്നേറി പോകുന്ന ആ ഉറുഗ്വേയിലും ചിലിയിലും ഒക്കെ ഈ കളി ഭയങ്കര പ്രചാരത്തിലുള്ളതാണ്. അമേരിക്കൻ നാടുകളിലൊക്കെ ഈ കളി ഭയങ്കര പ്രചാരത്തിലുള്ള കളിയാണ്. അപ്പൊ ഈ കളിക്കാരും വേറെ കുറച്ച് ലേഡീസും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഫ്ലൈറ്റിൽ ഉറുഗ്വേയിൽ നിന്ന് ഇവര് ചിലിയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് അന്നത്തെ കാലത്ത് ഫ്ലൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നു, സീറ്റ് ബെൽറ്റ് അത്ര പ്രശ്നമല്ല. നമുക്ക് ഈ ഫ്ലൈറ്റിന്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ റൂം കാണാം. അത്തരത്തിലുള്ള ഒരു സംവിധാനം. അതായത് അവർ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ആടുന്നുണ്ട്, കുറച്ച് ആടുന്നുണ്ട്. അപ്പൊ ഒരാളിങ്ങനെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് കിടക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ മലനിരകളുടെ മുകളിലൂടെയാണ് ചിലിയിലേക്ക് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഒരു സക്ഷൻ അനുഭവപ്പെടും, പല ഫ്ലൈറ്റുകളും തകർന്നിട്ടുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഫ്ലൈറ്റ് കുലുങ്ങുന്നു. അപ്പൊ ഇവര് കൂടുതലും ബോയ്സ് ആണ്. അപ്പൊ അവരിങ്ങോട്ടും ഒരാൾ സിഗരറ്റ് വലിക്കുന്നൊക്കെ ഉണ്ട് ഈ ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്ന്. അപ്പൊ അവരൊരു കോമഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ പോയി പെട്ടെന്ന് ഫ്ലൈറ്റ് മുകളിലോട്ട് ഒരു മല കടക്കാൻ വേണ്ടി മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കാറ് വിളിക്കുന്നുണ്ട്. പലതും നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ താഴോട്ട് വീഴുന്നുണ്ട്. ഒടുക്കം അതൊരു ക്രാഷ് ആയെന്ന് പറഞ്ഞാൽ കൺട്രോൾ പോയി. എന്നിട്ട് ഈ ഒരു മലനിരകളുടെ മുകളിലേക്കാണ് വീഴുന്നത്. മല എന്ന് പറഞ്ഞാൽ ഫുൾ ഐസ് കൊണ്ടുള്ള മലയാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോയിട്ട് അവിടെ ക്രാഷ് ആയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വീഴ്ചയിൽ തന്നെ കുറെ പേര് മരിക്കുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ കുത്തിക്കേറി. എന്തായാലും ഫ്ലൈറ്റ് കത്തിയിട്ടില്ല. ഏകദേശം ഒരു 10-30 പേര് ജീവനോടെ രക്ഷപ്പെട്ടു ആ സമയത്ത്. പക്ഷെ ഏതോ റിമോട്ട് ഏരിയയിലാണ്. അങ്ങോട്ടൊന്നും ഒരു മനുഷ്യനും ആരും കടന്നു ചെല്ലാത്ത, ഒരു മൃഗങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോ ഇതിന്റെ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ മരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ രക്തം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് സ്ഥലം എന്തോ പറഞ്ഞു, അദ്ദേഹം മരിച്ചു. അപ്പൊ ഇവർ ശ്രമിക്കുന്നുണ്ട് ആദ്യം തന്നെ. കാരണം ഈ ഫ്ലൈറ്റിന്റെ റഡാറുമായിട്ട് ഇങ്ങനെ 1-2 പേര് വന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. എന്നിട്ട് അവർക്ക് മനസ്സിലായി, അവർ പെട്ടെന്ന് മനസ്സിലായി ഫുൾ ഐസാണ്. അങ്ങനെ ആ ഒരു രാത്രി കടന്നുപോയി. അപ്പൊ തണുത്ത് വിറങ്ങലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ആ ഉറക്കത്തിൽ നമ്മൾ മരണത്തിലേക്ക് പോകും. കാരണം
ഫുൾ ഐസാണ്, നമ്മളൊന്നും അറിയാതെ സുഖമായിട്ട് മരണത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഓക്സിജൻ 3 മിനിറ്റും വെള്ളം 3 ദിവസവും ഫുഡ് 3 ആഴ്ചയുമാണ് മാക്സിമം നമുക്ക് പിടിച്ചു നിർത്താവുന്ന, ഒരു മനുഷ്യ ശരീരത്തിന് പിടിച്ചു നിർത്താവുന്ന അവസ്ഥ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു പോവുകയാണ്. അപ്പം കുറെ ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ട്, ഡെഡ് ബോഡി മരിച്ചു കിടക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഡെഡ് ബോഡി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് ഒറിജിനലായിട്ട് നടന്ന സംഭവം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ എത്രത്തോളം ഇതിന്റെ ഭീതി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പലരും ഇത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവർ 2-3 ദിവസം കൊണ്ട് കഴിച്ച് തീർത്തു. കുറച്ചായിട്ട് കഴിക്കും. വെള്ളം കിട്ടത്തില്ല. വെള്ളം ഈ ഐസ് ഉരുകി ഒരു ബോട്ടിലേക്ക് പിടിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മനുഷ്യ ശരീരം അഴുകത്തില്ല, എന്തായാലും ഫുൾ ഐസ് അല്ലേ. അപ്പൊ മനുഷ്യ ശരീരം അവര് വെട്ടി ഓരോരോ പീസായിട്ട് കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് അത്ര വ്യക്തമായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ കഴിച്ചു. അവര് അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെ അവര് ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. കുറെ പേര് അതിനിടയ്ക്ക് മരിക്കുന്നുണ്ട്. കുറെ ആളുകൾ ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ഞങ്ങൾ 8ാമത്തെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് 1-2 ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരെ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇവർക്ക് റേഡിയോ കിട്ടുന്നു. റേഡിയോയിൽ അവർ പറയുകയാണ്, ഇങ്ങനെ ഒരു റുഗൻ വിമാനം തകർന്നു വീണു, അവരെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുള്ള ഫ്ലൈറ്റുകളുണ്ട്. ആ ഫ്ലൈറ്റുകളൊന്നും ഇവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇവരെ ഇനി കണ്ടെത്താൻ പോകുന്നില്ല എന്നുള്ളത് അവർ റേഡിയോയിൽ കേൾക്കുകയാണ്. ഇപ്പൊ ഈ ഫ്ലൈറ്റിന്റെ ബാറ്ററി വെച്ചുള്ള അവർ റേഡിയോ അവർ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ അവര് മനസ്സിലായി ഇനി അവരെ ആരും അന്വേഷിച്ച് വരാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഭീകരാവസ്ഥ അവർക്ക് മനസ്സിലായി. അതോടെ അവരുടെ ഉള്ള ഹോപ്പും കൂടെ പോയി. കുറെ ആൾക്കാർ മാനസികമായിട്ട് തകർന്നു. അങ്ങനെ അവരിങ്ങനെ ഓരോ ദിവസവും അവരിങ്ങനെ ശോഷിച്ച് വരികയാണ്. അപ്പൊ ഒരു ദിവസം അവര് ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ, തകർന്നു വീണ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഈ മല ഇടിഞ്ഞങ്ങോട്ട് വന്ന് വീണു, അവരുടെ മുകളിലേക്ക് വീണു. കുറെ പേര് അങ്ങനെ മരിച്ചു. ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. അപ്പൊ അവര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിക്കുകയാണ്. അല്ല, അവർക്ക് വിശപ്പല്ലേ, മനുഷ്യന് വിശപ്പല്ലേ. വിശപ്പ് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഭക്ഷണം വേണം, വിശപ്പ് വേണം, അതുപോലെ വെള്ളം വേണം, ഓക്സിജൻ വേണം. ഇത് അത്യാവശ്യമല്ലേ, ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ. അപ്പൊ അത് അവർ കുറച്ച് കഴിച്ച് പലരും വിസമ്മതിക്കുന്നുണ്ട്. വിസമ്മതിച്ച ഒരാൾ ലാസ്റ്റ് മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവര് കഴിഞ്ഞ് ലാസ്റ്റ് അവർക്ക് 1-2 പേര് അവർ നടന്ന് ഈ പർവ്വത നിരയിലൂടെ നടന്നു കയറി വേറൊരാളെ കണ്ടെത്തുകയാണ്. അപ്പൊ കണ്ടെത്തി കഴിഞ്ഞിട്ട് അവര് ലാസ്റ്റ് എന്തായാലും ഒരു 70 ദിവസത്തിന് ശേഷം 16 പേരാണ് അവശേഷിച്ചത്. ഈ 16 പേരെയും രക്ഷിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ തിരിച്ചു വന്ന് ഹെലികോപ്റ്റർ വന്ന് ഇവരെയും കൊണ്ട് പോവുകയാണ്. അപ്പൊ അതാണ് ഈ കഥ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ചെറിയൊരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഈ ഒരു പടം തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൊസൈറ്റി ഓഫ് സ്നോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനൊരു കഥ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാവുന്ന ഒരു പടമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് കണ്ട 96% ആളുകളും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഗൂഗിൾ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. IMDb റേറ്റിംഗ് ആണെങ്കിലും 8.5 ഔട്ട് ഓഫ് 10 എന്തോ ഉണ്ട്. നല്ലൊരു പടമാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അധികം പേരും പുതിയ ആളുകളാണ്. പുതിയ സ്പാനിഷിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേ സേഫ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.